ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിംഗ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് ലീബ്ര സൺ സൈൻ, മൂൺ സൈൻ, നക്ഷത്രം, അസെൻഡൻറ്റ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. എല്ലാവർക്കും എല്ലാം ബാധിക്കില്ല, മാച്ച് ആവില്ല. നിങ്ങളുടെ ലൈഫിനെ മാച്ച് ചെയ്യണ സിറ്റുവേഷൻസ് എടുത്താൽ മതി, ബാക്കിയുള്ളത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ മെസ്സേജസ് ഒക്കെ കിട്ടും. അതല്ലാണ്ട് എല്ലാം വീഡിയോസ് നിങ്ങൾക്ക് അഡ്വാൻസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, എന്തായിരിക്കും ഫ്യൂച്ചർ ആക്ഷൻ അവരെടുക്കുക, ഈ റിലേഷൻഷിപ്പിൽ എന്താണ്ടാവാൻ പോണേ, ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ മെസ്സേജിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്കിപ്പോൾ നോക്കാം. അപ്പോൾ ലീബ്ര എന്താണ് ഇവിടെ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 5 സോഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ആണ് മജിഷ്യൻ. അപ്പോൾ ലീബ്ര ഇവിടെ ഞാൻ കാണുന്നത് മജിഷ്യൻ ആണ് കറണ്ട് സിറ്റുവേഷൻ. ഇത് മാനിഫെസ്റ്റേഷൻ്റെ എനർജിയാണ്. നിങ്ങൾ രണ്ടാളും ഒരു പുതിയ തുടക്കമാണ് മാനിഫെസ്റ്റ് ചെയ്യണത് ഈ റിലേഷൻഷിപ്പിൽ. ഈ മജിഷ്യൻ എന്താണ് ഇവിടെ കാണുന്നത്? 4 ഓഫ് കപ്സ് ഉണ്ട്. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആക്ഷൻ എടുക്കണില്ല രണ്ടാളും. ഓക്കെ, രണ്ടാളും ആക്ഷൻ എടുക്കാൻ മടി. പക്ഷെ ഇവിടെ രണ്ടാൾക്കും ഒരു റിന്യൂവൽ വേണം, ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്. ഈ സിറ്റുവേഷനിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും ഇതിൽ കറണ്ട് സിറ്റുവേഷനിൽ ഹാപ്പി ആയിരുന്നില്ല. ഇപ്പോഴും കുറച്ചൊരു ഇഷ്യൂസ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോൾ നിങ്ങളുടെ എനർജിയിൽ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം വേണം എന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഓഫർ കൊണ്ടുപോകാൻ റെഡിയാണ്. ഈ പേഴ്സണിൻ്റെ കൂടെ കാര്യങ്ങൾ സംസാരിച്ചിട്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കം വേണം എന്നുണ്ട്. പക്ഷെ ഇവിടെ ഇൻറ്റ്യൂഷൻ്റെ എനർജി കാണാണ്ട് ഹൈ പ്രീസ്റ്റസ്. ഇത് സൈലൻസ് സെപ്പറേഷൻ്റെ എനർജി ആവാം. നിങ്ങളിപ്പോൾ രണ്ടാളും സെപ്പറേറ്റഡ് ആണ്. എംപ്രസ് എനർജി നിങ്ങളുടെ തന്നെ എനർജിയാണ്, എംപ്രസ്. അപ്പം ഞാനിവിടെ കാണുന്നത് എന്തോ ഒരു സീക്രട്ട് ഉണ്ട് നിങ്ങളുടെ ഭാഗത്തിൽ. ഈ സീക്രട്ട് എന്താണ്? ഈ എംപ്രസ് എനർജി ഹൈ പ്രീസ്റ്റസിൻ്റെ കൂടെ എന്താണ്? അപ്പോൾ എന്തോ ഒരു സീക്രട്ട് ഉണ്ട് നിങ്ങളുടെ. ഇത് വേറെ ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിലുള്ളത്. അത് ഈ പേഴ്സൺ ഇവർക്ക് അറിയുണ്ടാവില്ല. ഇല്ലച്ചാ ഇതൊരു സീക്രട്ട് അല്ലച്ചാ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ പറയണ വെച്ചാൽ അതാണ് ഫോളോ ചെയ്യാൻ നോക്കണത്. പക്ഷെ ഇവിടെ കുറേ സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ 2 മെസ്സേജസ് ആണ് പറയണത്. ചിലവർക്ക് ഇതൊരു സീക്രട്ട് ആയിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടില്ല. മറ്റവർക്ക് ഇതൊരു സീക്രട്ട് അല്ലച്ചാ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഈ പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ട്. പക്ഷെ ഇവിടെ കുറേ സ്ട്രെസ് ഉണ്ട്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറേ ഒരു ആങ്സൈറ്റി ഉണ്ട്. അറിയില്ല ഈ പേഴ്സൺ എങ്ങനെയാണ് പെരുമാറുക എന്ന് അറിയില്ല. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 5 സോഡ്സ് ആണ്. ഇവിടെ കുറേ നെഗറ്റീവ് എനർജീസ് ആണ് കാണുന്നത്. കുറേ ഒരു കോമ്പറ്റേറ്റീവ് എനർജിയാണ് ഈ പേഴ്സൻ്റെ. നിങ്ങൾ അതുകൊണ്ട് കുറച്ചൊരു സ്പേസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ടായത് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. പക്ഷേ ഈ പേഴ്സൺ ഇപ്പോൾ ഒരു പാസ്റ്റിൻ്റെ കാര്യം വിട്ടിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ റെഡിയാണ്. അവർക്ക് മനസ്സിലായിരിക്കണു അത് അവർ ചെയ്തത് ശരിയല്ലാന്ന്. അപ്പോൾ അവർ നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇല്ലച്ചാ അതാണ് അവരുടെ മനസ്സിലുള്ളത്, ഒരു പുതിയ തുടക്കം നിങ്ങളുടെ കൂടെ.
അപ്പൊ എന്താ ഇവിടെ പാസ്റ്റിൽ ഉണ്ടായേ? പാസ്റ്റിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറെ സീക്രറ്റ്സ് ഉണ്ട്. ആദ്യം സീക്രറ്റ്സ് ആണ് എനിക്ക് പറയണേ. കുറെ സീക്രറ്റ്സ് ഉണ്ടായിരുന്നു, ഹിഡൻ കാര്യങ്ങൾ കുറെ ഉണ്ടായിരുന്നു. അതിപ്പോ നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ അവരുടെ ഭാഗത്തു നിന്നാണോ അറിയില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഇവിടെ കുറെ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു മാരേജിന്റെ എനർജിയും കാണാണ്ട്, ഹൈറോഫാന്റ്. അപ്പൊ ഇവിടെ ഒരു പേഴ്സൺ മാരീഡ് ആണോ അത് മറ്റേ പേഴ്സൺ അറിയണ്ടാവില്ല. അതല്ല കല്യാണം കഴിക്കാൻ പോണ്ട്, അപ്പോഴാണ് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ടേക്ക് പോയി, അങ്ങനെയും ആവാം. നൈറ്റ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോ എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് വഴക്കുണ്ടായി. നൈറ്റ് ഓഫ് സോഡ്സ് ഈ സീക്രട്ട് വെച്ചോണ്ടായിരിക്കാം വഴക്കുണ്ടായി. ഇവിടെ വേറെ ആൾക്കാർ ഇൻവോൾവ് ആയിരുന്നു. ഇത് ഫാമിലി ഇഷ്യൂസും ആവാം. നിങ്ങൾ രണ്ടാളുടെയും ഫാമിലിയുടെ കാരണം വഴക്കുണ്ടാവണു, അതും ആവാം. എസ്പെഷ്യലി നിങ്ങൾ മാരീഡ് ആണ് വെച്ചാ. അപ്പോ എന്താണ് ഇവിടെ നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ്? നിങ്ങൾ ആക്ച്വലി ഷുവർ അല്ല. നിങ്ങൾ ഈ സമയത്ത് 2 of Swordsലാണ്. അപ്പൊ നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു കൺഫ്യൂഷൻ ആണ്. എന്താ വേണ്ട അറിയില്ല. ഈ പേഴ്സണിന് നിങ്ങൾ പറഞ്ഞ ഇവരുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണോ, അതല്ല ഇത് വെയിറ്റ് ചെയ്യണോ? എന്താ വെച്ചാൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, ഇവരെ അപ്രോച്ച് ചെയ്യണോ വേണ്ടേ? ഈ പേഴ്സന്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരുടെ കറണ്ട് ഫീലിങ്സ് ഡെത്ത്. അപ്പൊ അവര് ആക്ച്വലി ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ റെഡിയാണ്. ഡെഫിനറ്റ്ലി ഇവിടെ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്, എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. അപ്പോ അവർക്ക് ഈ സ്റ്റെപ്പ് എടുക്കാൻ പേടി. പക്ഷേ അവരുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് ചെയ്യണു. ഈ സിറ്റുവേഷനിൽ അവർ കുറെ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ അവർ അതിനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കണു. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഇന്റൻഷൻ ഉള്ളത് ലീബ്ര? നിങ്ങളുടെ ഇന്റൻഷൻ ഇവിടെ ഇവരെ മെസ്സേജ് ചെയ്യാനാണ്. നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകണം. നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരു സ്റ്റക്കായിരിക്കണം എന്നില്ല. ഈ പേഴ്സന്റെ ഇന്റൻഷൻ ഇവിടെ ഒരു പുതിയ തുടക്കമാണ്. അവർക്കും പാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ വിട്ട് ഒരു പുതിയ തുടക്കം വേണം എന്നാണ് അവർക്കും മനസ്സിലുള്ളത്. നിങ്ങളുടെ ആക്ഷൻ, നിങ്ങൾ ഇവരെ കോണ്ടാക്ട് ചെയ്യും. പക്ഷെ ഇവിടെ ഒരു സ്റ്റെബിലിറ്റി ഇല്ല ലീബ്ര നിങ്ങളുടെ എനർജിയിൽ. ഇടയ്ക്ക് നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യും, പിന്നെ കോണ്ടാക്ട് ചെയ്യണ്ട, അങ്ങനത്തെ ഒരു എനർജി കാണാണ്ട്. ഇവിടെ ഒരു ഫാമിലിയുടെ എനർജി കാണാണ്ട്. അപ്പോൾ ഫാമിലി ഇന്റർഫിയറൻസ് ഇവിടെ ഉണ്ടാവാം. പക്ഷേ അതല്ലാണ്ട് നിങ്ങൾ രണ്ടാളും മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് എന്തോ ഒരു ഇഷ്യൂല് സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ കാണുന്നുണ്ട്. പക്ഷെ ഈ സ്റ്റെബിലിറ്റി ഇല്ലാത്തത് എന്തോ ഒരു ഫാമിലി റിലേറ്റഡ് ഇഷ്യൂ ആവാം. അപ്പൊ നിങ്ങളുടെ ആക്ഷൻ എന്താ വെച്ചാൽ നിങ്ങൾ ഈ സ്റ്റാഗ്നന്റ് ഫേസിന് പുറത്തു വരണോ, എന്തോ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണോ, ഈ സിറ്റുവേഷന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടണു. ഈ പേഴ്സന്റെ ആക്ഷൻ 3 of Wands, അവർ വെയിറ്റ് ആണ് ചെയ്യണത്. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ നിങ്ങൾ മാപ്പ് ചോദിക്കണം എന്ന് അവർക്കുണ്ടാവും. കുറച്ചൊരു ഇവര് കുറെ കോൺഫിഡൻറ്റ് പേഴ്സൺ ആണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഏരീസ് ആണ് കൂടുതൽ കാണുന്നത്. ഹാർട്ട് ബ്രോക്കൺ ആണ് അവർക്ക് കുറെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളുടെയും പാസ്റ്റിൽ ഉണ്ടായ കാര്യങ്ങൾ അവരെ എപ്പോഴും ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് അവർ മൂവ് ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഔട്ട്കം ഇവിടെ എന്താണ്? ഔട്ട്കം ഇവിടെ 6 of Pentacles. അപ്പോൾ ഒരു ഇംബാലൻസ് എനർജി കാണുന്നുണ്ട്. പക്ഷെ ഒരു ഇംബാലൻസ് സിറ്റുവേഷനിൽ ഇപ്പോൾ ബാലൻസ് വരണോ? ജസ്റ്റിസ്, ലീബ്ര എനർജിയാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ആർക്കോ അവരുടെ ചെയ്തത് അതിൻ്റെ കർമ്മ കിട്ടണോ? ഇപ്പോൾ അത് നിങ്ങളാണോ അവരാണോ അത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ സ്റ്റോറി എന്താണെന്ന്. ഇവിടെ എനിക്ക് സൈഡ്സ് എടുക്കണം എന്നില്ല. പക്ഷെ അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ആർക്കോ അവരുടെ ചെയ്തത് അതിൻ്റെ കർമ്മ കിട്ടണോ? എന്തായാലും ഇവിടെ ഒരു റീകൺസിലിയേഷൻ കാണാണ്ട്. ഓക്കെ, പക്ഷെ എഫേർട്ട് ഒരു പേഴ്സൺ ആണ് കൂടുതൽ എഫേർട്ട് ഇടണേ. മറ്റേ പേഴ്സൺ കാട്ടിലും ഒരു പേഴ്സന്റെ എഫേർട്ടാണ് ഇവിടെ ഞാൻ കൂടുതലായി കാണുന്നത്. അപ്പൊ എന്താണ് ഇവിടെ മെസ്സേജ്? ഓറക്കിൾ മെസ്സേജ് ഇവിടെ എന്താണ്? എക്സ്പ്രസ് യുവർ ലവ് എന്ന് വന്നിട്ടുണ്ട്. ഗോ അഹെഡ് ആൻഡ് മേക്ക് ദ റൊമാൻറ്റിക് ജെസ്റ്റർ.
സെപ്പറേഷൻ വന്നിട്ടുണ്ട്. ടൈം അപ്പാർട്ട് ഫ്രം യുവർ പാർട്ട്ണർ ഇസ് ഓൺ ദ ഹൊറൈസൺ. അപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ്. അപ്പോൾ എന്തോ ഇപ്പോഴും ഇഷ്യൂസ് ഉണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയണേ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാനിവിടെ സൈൻസ് കാണുന്നത് സ്കോർപ്പിയോ ഉണ്ട്, ലീബ്ര ഉണ്ട്, ടോറസ് ഉണ്ട്, ക്യാൻസർ, പൈസീസ് ഉണ്ട്. ഇതൊക്കെ അപ്പോൾ ഏരീസ്, ലിയോ, സാജിറ്റേറിയസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സൈൻസ് ഇവിടെ ഉള്ളത്. ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുള്ളൂ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.